പീസ് വരും അല്ലെ, നമ്മളുടെ അക്കൗണ്ട് ഏത് നമ്പറുമായിട്ടാണ് നമ്മുടെ കുറച്ച് ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് എന്തായാലും മുൻകൂട്ടി ശേഖരിച്ച് വെക്കണം, അല്ലെങ്കിൽ ചെയ്തിട്ട് വരേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എന്താണെന്നറിയോ, നമ്മുടെ 99% ആളുകളും ഏജൻസി ത്രൂ ആണ് ഈ ഒരു റെന്റൽ. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഇതേ അടിപൊളി വെതറും അടിപൊളി വൈബുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയേക്കുവാണ്. വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. പക്ഷെ നല്ല അടിപൊളി കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ, ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് തന്നെയാണ്. അതായത് ഇപ്പോൾ കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 482, 186 വിസാസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസാണ്. അതായത് കുറേ പേർക്ക് 186, 482 വിസാസ് ഒക്കെ കിട്ടി ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പല പല ഗ്രൂപ്പുകളിലും അതല്ലാതെ മെസ്സേജസ് ഒക്കെ ആയിട്ടൊക്കെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും മുൻകൂട്ടി ശേഖരിച്ച് വെക്കണം, അല്ലെങ്കിൽ ചെയ്തിട്ട് വരേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു 10-12 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പം നമ്മൾ എല്ലാവരും തന്നെ എല്ലാം സെറ്റാക്കിയിട്ടായിരിക്കും വിസ ലോഡ്ജ് ചെയ്യുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ട് എൻ്റെ കോലമൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ പാസ്പോർട്ടിൻ്റെ എല്ലാം വാലിഡിറ്റി, പ്രത്യേകിച്ച് കുട്ടികളുടെ. കാരണം അവർക്ക് എല്ലാ 5 വർഷവും റിന്യൂവൽ ഉണ്ടാവും. അപ്പോൾ അത് ഒരു പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചോണമെന്നില്ല. എപ്പോഴാണ് അതിൻ്റെ, ഇപ്പോൾ ഒരു 5-6 മാസത്തേക്കൊക്കെ ഉള്ളൂ, അത് കഴിയുമ്പോൾ റിന്യൂവൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലാണ് അല്ലെങ്കിൽ എവിടെയാണോ ആയിരിക്കുന്നത് അവിടുന്ന് തന്നെ അത് റിന്യൂ ചെയ്തിട്ട് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നമുക്ക് അവിടുത്തെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് മൂവ് ചെയ്തിട്ട് ഉടനെ തന്നെ അതിനുള്ള കാര്യങ്ങൾ, നമ്മൾ ഓൾറെഡി സെറ്റിൽ ആവാനായിട്ട് സമയമെടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടെ സമയവും പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ചെക്ക് ചെയ്തിട്ട് റിന്യൂവൽ ടൈം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്തിട്ട് വരിക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റെല്ലാ ഡോക്യുമെന്റ്സും നമ്മളുടെ കയ്യിൽ കരുതുക. ഒറിജിനൽസ് പ്ലസ് a സെറ്റ് ഓഫ് ഫോട്ടോ കോപ്പി എന്ന് ഞാൻ പറയും. അത് സെപ്പറേറ്റ് ഫോൾഡറായിട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം ഒരു സെറ്റ് ഓഫ് കോപ്പീസ് നമ്മുടെ വീട്ടിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ ഫാമിലി ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മുടെ വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്താ നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് എന്ത് രീതിയിലാണ് ആവശ്യങ്ങൾ വരിക എന്നുള്ളത്. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലാണ്, അല്ലെ ഇന്ത്യയിലാണ്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഓടിപ്പിടിച്ച് പോകാതെ നമുക്ക് സേഫ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് നാട്ടിൽ വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അതല്ലാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു സോഫ്റ്റ് കോപ്പി നമ്മൾ അത് സ്കാൻ ചെയ്ത് ഫോൾഡറാക്കി നമ്മളുടെ ക്ലൗഡ് ഡോക്യുമെന്റിൽ, അതിപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ആയാലും എന്താണോ നിങ്ങൾക്ക് ഹാൻഡി ആയിട്ടുള്ളത് ആ ഒരു ഡോക്യുമെന്റ് ആയിട്ടും കൂടെ സേവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡോക്യുമെന്റ്സ് എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ആവും കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ വാക്സിനേഷൻ കാർഡുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാം എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ്, നമ്മളുടെ അല്ലാത്ത ID ഡോക്യുമെന്റ്സ്, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതല്ലാന്നുണ്ടെങ്കിൽ സേഫായിട്ട് നമ്മൾ ഫയൽ ചെയ്ത് നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിലോ ക്ലൗഡിലോ ഒക്കെ സേവ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓൾറെഡി നമ്മളുടെ വിസയൊക്കെ കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളുടെ കറന്റ് ജോബിൽ നിന്ന് റിസൈൻ ചെയ്യും. ആ സമയത്ത് തന്നെ ഏകദേശം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതിന് എന്നതിനെ പറ്റിയിട്ട് നല്ല വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അതായത് ഇപ്പം നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അത് ബുക്ക് ചെയ്യാന്നല്ല, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്ത് വെക്കുക. കാരണം ആ ഒരു സമയത്ത് അവിടെ വന്നിറങ്ങിയിട്ട് നമ്മൾ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നാട്ടിൽ നിന്നാണെങ്കിലും UK എന്നൊക്കെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല കുറച്ച് അവേഴ്സ് നമുക്ക് ട്രാവൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടയേർഡായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ നിങ്ങൾക്കറിയാം എയർപോർട്ടിൻ്റെ അടുത്തൊന്നും ആയിരിക്കത്തില്ല നമുക്ക് മിക്കപ്പോഴും അക്കോമഡേഷനും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ
പോകാനുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കുക. അതേപോലെ തന്നെയാണ് അക്കോമഡേഷൻ കുറച്ച് ട്രിക്കിയാണ്. കാരണം നമ്മൾ ഇവിടെ വരാതെ, അതായത് നമ്മൾ ഫിസിക്കലി ഓസ്ട്രേലിയയിൽ എത്താതെ നമുക്ക് ഇവിടെ ഒരു റെന്റിന് വീട് കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. പിന്നെ വളരെ റെയർ ആയിട്ട് ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഇവിടെ വീട് കാണാനും അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റി, അല്ലെങ്കിൽ നമ്മളുടെ അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെന്റിന് വീട് എടുത്തിട്ട് തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുവാണെങ്കിൽ, നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് അവിടുത്തെ ആ ഒരു സ്ഥലം വെച്ചിട്ട് മലയാളി അസോസിയേഷൻ എന്നൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഇപ്പം അങ്ങനത്തെ അസോസിയേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പം എങ്ങനെയാണ് അവിടെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു ടെമ്പററി ആയിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അവർക്ക് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു Airbnb ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും, അതായത് ഹോട്ടൽ. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ പൊതുവെ ഇവിടെ മലയാളീസ് ആരും തന്നെ ഇങ്ങനെ ഷെയർഡ് അക്കോമഡേഷൻസ് ഒന്നും ചെയ്യാറില്ല. കാരണം എല്ലാവരും വലിയ വീട്ടിലും കുറച്ച് പ്രൈവസി ഒക്കെ പ്രൈവസിയോട് കൂടിയിട്ടൊക്കെ താമസിക്കാനാണല്ലോ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഷെയർഡ് വീടുകളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു എയർപോർട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാതെ നേരത്തെ കൂട്ടി തന്നെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സും കൂടെ ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അക്കോമഡേഷൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ട്രിക്കിയാണെന്ന്, പക്ഷെ നമുക്ക് പല വെബ്സൈറ്റുകളുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് ആ ഒരു സ്ഥലത്തെ പ്രത്യേകിച്ച് വീടുകൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വെബ്സൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടാൻ ചാൻസ് ഉള്ളത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ആണ്. അതിൽ ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലാൻഡ് ലോഡിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട്. പക്ഷെ അത് വളരെ റെയർ ആണ്. ഒരു 99% ആളുകളും ഏജൻസി ത്രൂ ആണ് ഈ ഒരു റെൻ്റൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സ്റ്റിൽ നിങ്ങൾ നന്നായി റിസർച്ച് ചെയ്യുക, നന്നായിട്ട് അതിനെപ്പറ്റി പഠിക്കുക, നിങ്ങളുടെ ആ ഒരു ഏരിയനെ പറ്റിയിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് മാത്രം ഇങ്ങോട്ടേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുക കേട്ടോ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇപ്പം നമ്മളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ഓസ്ട്രേലിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലത്തല്ല എന്നുണ്ടെങ്കിൽ പോലും അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയുക, ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്, ഇന്ന ഡേറ്റിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ അവർക്ക് അറിയായിരിക്കും, പക്ഷെ ഇനി അഥവാ അറിയില്ല എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്മൾ പറയുക. കാരണം നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ എപ്പോഴാണ് ആരുടെയാണ് ഹെൽപ്പ് ആവശ്യം വരിക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു ഹെൽപ്പ് ആവശ്യം വരുന്ന സമയത്ത് മാത്രം അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇന്നത് കാര്യം വേണം എന്ന് പറയുന്നത് അതൊരു നല്ലൊരു കാര്യമല്ലേ. ഇപ്പം നമ്മളോട് അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കാണേലും ദേഷ്യം വരത്തില്ലേ, അല്ലെങ്കിൽ നമ്മളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കില്ലേ. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നേരത്തെ കൂട്ടി ഇത് പറഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഏതെങ്കിലും രീതിയിൽ ആവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ധൈര്യമായിട്ട് ചോദിക്കാനായിട്ട് പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതായത് നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അവിടുത്തെ ആ ഒരു അഡ്രസ്സ് കാര്യങ്ങൾ, നമ്മളുടെ കുറച്ച് നാട്ടിലത്തെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്ന് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യേണ്ട ആരെയാണോ അവരുടെയും നമ്പർ നമ്മൾ എഴുതി നമ്മളുടെ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ വല്ലതും എഴുതി സൂക്ഷിക്കുക. കാരണം നമ്മളുടെ ഇലക്ട്രോണിക് ഡിവൈസസ് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് ഒന്നും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ഇത്രയും സമയം ഫ്ലൈറ്റ് ഉണ്ട്, നമ്മളുടെ മൊബൈൽ ഫോൺ എങ്ങനെയെങ്കിലും ഒന്ന് കളവ് പോയി എന്ന് വിചാരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അത് സ്വിച്ച് ഓഫ് ആയി പോയി, നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും കാരണത്താൽ നമ്മളുടെ ഫോൺ ഡാമേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ പോലും ഫോൺ നമ്പരോ കാര്യങ്ങളോ കാണാതെ അറിയാത്തൊരവസ്ഥയാണ് അല്ലേ. അപ്പം നമ്മൾ ഒരു എന്താ പറയുക സേഫ്റ്റി സൈഡ് എന്ന് ഉള്ള രീതിയിൽ അതിൻ്റെ ആവശ്യം വരും എന്നല്ല, പക്ഷെ ജസ്റ്റ് ഇൻ കേസ് നമ്മൾ അത് ഒന്ന് എഴുതി നമ്മളുടെ കയ്യിൽ എവിടെയെങ്കിലും സേഫായിട്ട് വെക്കുക. അതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ബൈ ചാൻസ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ആ ഒരു നമ്പരും ബാക്കി അഡ്രസ്സ് ഡീറ്റെയിൽസ് കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ടായിരിക്കും, നമ്മൾ എവിടെയും സ്റ്റക്ക് ആവത്തില്ല.
ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് ആ രാജ്യത്തു നിന്ന് പോരുമ്പോൾ നമ്മൾ അവിടെ നമ്മൾക്കുള്ള സബ്സ്ക്രിപ്ഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഞാൻ UK വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെ ബിൽസ് കാര്യങ്ങളൊക്കെയാണ് അവിടുന്ന് ക്ലോസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യയിലാണെങ്കിലും നമുക്ക് പല ഇപ്പോൾ ആമസോൺ, നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് ഡിഫറെന്റ് ടൈം സോൺ ആണ്. രണ്ടാമത് ഇവിടുന്ന് നമ്മൾ അവരെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് വർക്ക് പിടിച്ചൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരിക. ഇപ്പൊ നമ്മൾ നാട്ടിലൊക്കെ കുറച്ച് നാൾ നിന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ നാട്ടിലത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ടുകൾക്കെല്ലാം തന്നെ ഇപ്പം നമുക്ക് മറ്റേ OTPs വരും അല്ലെ. നമ്മളുടെ അക്കൗണ്ട് ഏത് നമ്പറുമായിട്ടാണ് ലിങ്ക് ചെയ്തേക്കുന്നത് ആ നമ്പറിലേക്ക് OTPs വരും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലേക്കുള്ള ആ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ OTP വന്നേ പറ്റുള്ളൂ. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ചിന്തിക്കത്തില്ല. ഇവിടെ വരും, ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് OTP വരുന്നില്ല. പിന്നെ അത് നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതുമല്ല അത് ചെയ്ത് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മൊബൈൽ സർവീസ് പ്രൊവൈഡർ ആരാണോ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയുക ഞങ്ങളിങ്ങനെ ഇന്ന രാജ്യത്തേക്ക് മൂവ് ചെയ്യുവാണ്, അപ്പം ഞങ്ങൾക്ക് OTP അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് എന്താണോ, നമ്മൾ എന്തിനാണോ ആ ഒരു ഫോൺ നമ്പർ കീപ്പ് ചെയ്യുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു പ്ലാൻ സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു 1 year സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടാണ് വന്നത്. അത് വളരെ ചീപ്പായിട്ടുള്ളൊരു സംഭവം നമുക്ക് അവർ പറഞ്ഞു തരും, അവർ സജസ്റ്റ് ചെയ്ത് തരും. അത് ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ട് ഓടേണ്ട ഒരു ആവശ്യം വരത്തില്ല. നമ്മൾക്ക് ആ ഒരു 1 year അല്ലെങ്കിൽ 2 years ഒക്കെ എങ്ങനെയാണോ നമ്മളുടെ സർവീസ് പ്രൊവൈഡറിൻ്റെ ഓപ്ഷൻസ് ഉള്ളത് അതനുസരിച്ചിട്ട് നമ്മളത് ചെയ്ത് വെക്കാം. ഒരുമാതിരി എല്ലാവർക്കും തന്നെ അറിയായിരിക്കും നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ആ ഒരു സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. കാരണം അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസ്, അപ്പോൾ അതിന് ഇവിടുത്തെ അഡാപ്റ്റർ വ്യത്യാസമുണ്ട്. നമുക്ക് ഇപ്പോൾ UK അല്ലെങ്കിൽ നമ്മൾ നാട്ടിലോ യൂസ് ചെയ്യുന്ന പിന്നുകളല്ല ഇവിടെ യൂസ് ആക്കുന്നത്. ഇവിടെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് അഡാപ്റ്റേഴ്സ് നമ്മൾ എങ്ങനെയായാലും വാങ്ങിച്ചിട്ട് വരിക. അതിപ്പോൾ നമ്മളുടെ ഷോപ്പുകളിലൊക്കെ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ട് അത് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ ഓൾറെഡി നമ്മുടെ മൊബൈലൊക്കെ ചത്തിട്ടുണ്ടാവും. നമ്മൾ ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഇവിടെ വന്ന ഉടനെ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയി അല്ലെങ്കിൽ ഒരു ഷോപ്പിലൊക്കെ പോയി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് നിറഞ്ഞ കാര്യമാണ്. അപ്പം നിങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഓസ്ട്രേലിയയുടെ അഡാപ്റ്റർ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് അത് എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അതും കൂടെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എന്താണെന്നറിയോ? നമ്മുടെ ഹെൽത്ത്. നിങ്ങൾക്കൊക്കെ അറിയാം ഓസ്ട്രേലിയയിലെ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് ഏകദേശം UK പോലെ തന്നെയാണ്. നമുക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റിംഗ് പീരീഡ് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രൈവറ്റിൽ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും നാട്ടിലൊക്കെ പോയിട്ടായിരിക്കുമല്ലോ എല്ലാവരും വരുന്നത്. നാട്ടിൽ പോകുന്നവര് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ലാബിൽ പോയിട്ട് ഫുൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുക. അത് നമുക്ക് ചീപ്പായിട്ട് പല ലാബുകളിലും നമുക്കിങ്ങനെ ഓരോ ബണ്ടിലായിട്ടൊക്കെ ഉണ്ടാവും. ചീപ്പാണ്. നമ്മൾ പുറത്തൊക്കെ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പാണ്. അപ്പോൾ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ബോഡി നന്നായി ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോകുകയാണ് ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ UK എന്നൊക്കെ വരുന്നതാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ D ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ വൈറ്റമിൻ D ടാബ്ലറ്റ്സ് ഒക്കെ നമുക്കൊരു 3 മാസം വരെയുള്ള പ്രിസ്ക്രിപ്ഷൻ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ ഡോക്ടർ എന്താണോ എഴുതുന്നത് അതൊക്കെ വാങ്ങിച്ചിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഇനിഷ്യൽ ഡേയ്സിൽ
ഓൾറെഡി ഉള്ള സ്ട്രഗിൾസിൻ്റെ കൂടെ നമ്മളുടെ ഹെൽത്ത് പരമായിട്ടുള്ള സ്ട്രഗിൾസും കൂടെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കണ്ണ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാനൊക്കെ ഓൾറെഡി ഗ്ലാസ് വെക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ നാട്ടിൽ ചെന്നപ്പം ഞാൻ എൻ്റെ ഐ ടെസ്റ്റ് ചെയ്ത് എൻ്റെ ഗ്ലാസിൻ്റെ പവർ കൂട്ടി പുതിയ ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ഗ്ലാസ് വെക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ കണ്ണൊക്കെ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഗ്ലാസ് ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഭയങ്കര പൈസയാണ്. അതൊന്നും മെഡിക്കെയറിൽ കവേർഡും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് പൈസ പോകും. അതുമല്ല ഗ്ലാസസിനൊക്കെ നല്ല പൈസയാണ്. ഞാനിവിടുന്ന് വാങ്ങിച്ചിട്ടില്ല, പക്ഷെ സ്റ്റിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയേക്കുന്നത് UK വെച്ചിട്ടും ഇവിടെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് കണ്ണാടികൾക്കൊക്കെ കേട്ടോ. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ നല്ല വെയിലാട്ടോ, സൺഗ്ലാസ് ഇല്ലാണ്ട് നമുക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള നമുക്കിപ്പോൾ പവേർഡ് സൺഗ്ലാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് വരിക. ഇവിടെ നമ്മളെ കൊണ്ട് താങ്ങില്ല. കാരണം നമുക്ക് ആ വരുന്ന വഴി ഇതൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കാം. അതിൻ്റെ കൂടെ തന്നെ വിട്ടുപോവാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡെന്റൽ ചെക്കപ്പ് എന്ന് പറയുന്നത്. പല്ല് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഒരു $3000-4000 ആണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പല്ലിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇനി ഒന്നും ഇല്ലെങ്കിൽ തന്നെയും പോയിട്ടൊന്ന് ക്ലീൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ. അങ്ങനെ നമ്മുടെ നാട്ടിൽ അത് ഭയങ്കര ചീപ്പാണ്. ഇവിടുത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പാണ്. ഇപ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കാണുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് നേരത്തെ ഒരു സമയം മാത്രം മതി. അപ്പം എന്തായാലും അത് കാണിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിട്ട് വരേണ്ടതാണ്. ഒന്ന് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ്, ഫുൾ ബോഡി ചെക്കപ്പ്, അപ്പം അത് ചെയ്യുക. കണ്ണ് ചെക്ക് ചെയ്യുക. പിന്നെ 3-മതായിട്ട് നമ്മളുടെ പല്ല് കാണിച്ചിട്ട് ഇപ്പം എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നെങ്കിൽ പറിച്ചു കളയുക, അല്ലെങ്കിൽ അടച്ചിട്ടൊക്കെ വരിക. ഇവിടെ വന്നിട്ട് പല്ലിൽ തൊടാനേ പോവരുത് മാക്സിമം. ഇനിയിപ്പം നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല വിസകൾക്കും ഇപ്പോൾ ടെമ്പററി വിസകളോ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിലോ ഒക്കെ ഇങ്ങോട്ട് വരാനായിട്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടെ നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെക്കുക. ഇവിടെയുള്ള ഏതാണോ നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നേരത്തെ അന്വേഷിച്ചിട്ട് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ സെക്യൂർ ആയിട്ട് വെക്കുക. ലാസ്റ്റ് മൊമെന്റിൽ അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊന്നും ഓടേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഞാൻ പറഞ്ഞതിനോട് യോജിക്കാതെ ഇരിക്കുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അറിയിക്കുക. അപ്പം ഞാൻ അതനുസരിച്ചിട്ട് ഇനി ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഇത് വലിച്ചു നീട്ടി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള സ്ട്രഗിൾസ് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിച്ചു നീട്ടി തന്നെ പറഞ്ഞത്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. ബൈ.